ദേശീയപാത 183-ൽ കുട്ടിക്കാനം മുറിഞ്ഞുപുഴയ്ക്ക് സമീപം ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ച സംഭവം വഴിത്തിരിവിലേക്ക്. യുവാവ് സഞ്ചരിച്ച ബൈക്കിൽ എതിരെ വന്ന പിക്കപ്പ് വാഹനമിടിച്ചാണ് അപകടമുണ്ടായതെന്ന് പീരുമേട് പോലീസ് കണ്ടെത്തി. അപകടത്തിനിടയാക്കിയ വാഹനം കസ്റ്റഡിയിലെടുക്കുകയും ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മുറിഞ്ഞുപുഴ പുന്നക്കൽ വീട്ടിൽ വിഷ്ണു മരണപ്പെട്ട അപകടത്തിലാണ് തമിഴ്നാട് തേനി സ്വദേശിയായ സുരേഷിനെ പീരുമേട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ദേശീയപാത 183-ൽ മുറിഞ്ഞുപുഴ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം വെച്ചായിരുന്നു ഈ മാസം 19-ന് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണുവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ പിക്കപ്പ് ഡ്രൈവറായ സുരേഷ് വാഹനവുമായി കടന്നു കളയുകയായിരുന്നു. റോഡിൽ കിടന്ന വിഷ്ണുവിനെ ഇതുവഴി പോയ വാഹനയാത്രക്കാരും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. മറ്റൊരു വാഹനം വിഷ്ണുവിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നുവെന്ന സൂചന അപകടം നടന്ന ദിവസം തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. തുടർന്ന് പീരുമേട് പോലീസിന്റെ നേതൃത്വത്തിൽ മുറിഞ്ഞുപുഴ മുതൽ മുണ്ടക്കയം വരെയുള്ള CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് വാഹനവും ഇത് ഓടിച്ചിരുന്ന ഡ്രൈവറെയും തിരിച്ചറിഞ്ഞത്. തുടർന്ന് തമിഴ്നാട് തേനി റാസിംഗപുരം സ്വദേശി സുരേഷിനെ തേനിയിലെത്തി പീരുമേട് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 19-ാം തീയതി രാത്രി 10:30 ഈ അപകടം നടക്കുന്നത്. ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോവുകയുണ്ട്. രാത്രി ഇത്തരം രീതിയിലുണ്ടായിരുന്ന അപകടങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക പ്രയാസകരമായ കാര്യമാണ്. തുടർന്ന് നിരവധി വാഹനങ്ങൾ പരിശോധിച്ചും നിരവധി ആൾക്കാരെ കണ്ടുചോദിച്ചും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുമുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിയത്. ഓരോ വാഹനത്തിനും എന്തെങ്കിലുമൊക്കെ സവിശേഷതമാണ്. ഇത്തരത്തിലുള്ള സവിശേഷതകൾ കണ്ടെത്തിയാണ് പോലീസ് അന്വേഷണം നടത്തിയത്. തുടർന്ന് കമ്പത്തിനടുത്തുള്ള ഒരു റസിംഗപുരം എന്ന സ്ഥലത്ത് നിന്ന് വാഹനം പോലീസ് കസ്റ്റഡി എടുക്കുകയാണ്. വാഹനം ഓടിച്ചയാളെയും പോലീസ് കസ്റ്റഡി എടുക്കുകയുണ്ടായിരുന്നു. തുടർന്ന് അയാളെ കോടതിയിൽ ഹാജരാക്കുന്നതായിരിക്കും. അപകടത്തിനിടയാക്കിയ പിക്കപ്പ് വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അപകടത്തിന് ശേഷം ഈ പിക്കപ്പ് വാഹനം തമിഴ്നാട്ടിൽ വെച്ച് പെയിന്റിംഗ് നടത്തിയതായും പോലീസ് കണ്ടെത്തി. SI ജേക്കബ് രാജു ജോസ്, CPOമാരായ ഷിജുമോൻ, പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസന്വേഷണം നടത്തിയത്.